തറയിൽ കിടക്കുന്ന നന്ദയുടെ കൈകൾ ഹർഷ ബലമായി പിടിച്ചു. അവളിൽ അമരാൻ ശ്രമിച്ചു കൊണ്ടിരുന്നു. നന്ദ കയ്യുന്നതും കുതറാൻ ശ്രമിച്ചു. ബലം നഷ്ടപ്പെടുന്നത് പോലെ തോന്നി. തൻ്റെ ജീവിതത്തിൽ അവസാനം ഇന്നാണെന്ന് തോന്നി. ഒന്ന് മരിച്ചു കിട്ടാൻ വേണ്ടി ആഗ്രഹിച്ച നിമിഷം. ദേവ് വരാൻ ഒരുപാട് ആഗ്രഹിച്ചു പോയി. ഹർഷ പിടിച്ച കൈത്തണ്ട ചുവന്ന് വേദനിക്കാൻ തുടങ്ങി. കണ്ണിലൂടെ കണ്ണുനീർ നിർത്താതെ ഒഴുകി. വാതിൽ തുറന്നതും ദേവ് കാണുന്നത് നന്ദയുടെ നിസ്സഹായായ കിടത്തമാണ്. ദേവിൻ്റെ നാഡീഞരമ്പുകളെല്ലാം കോപത്തിൽ വലിഞ്ഞു മുറുക്കി. ആസ്ത്രം പോലെ വേഗത്തിൽ അങ്ങോട്ടേക്ക് ചെന്ന് ഹർഷനെ ഊക്കോടെ ചവിട്ടി. ഹർഷ നന്ദയിൽ നിന്നും തെന്നി നിലത്തേക്ക് തെറിച്ചു വീണു. നന്ദ കലങ്ങിയ കണ്ണുകളോടെ നോക്കിയതും ദേവിനെ കണ്ട് സന്തോഷവും ആശ്വാസവും തോന്നി. എണീക്കാൻ ശ്രമിച്ചതും ഹർഷൻ്റെ ഭാരം മുഴുവൻ താങ്ങിയതുകൊണ്ട് അവനോട് അത്രയും നേരം മൽപ്പിടുത്തം നടത്തിയതിനാലും ശരീരം ക്ഷീണിച്ചിരിക്കുന്നു. ദേവ് അത് കണ്ട് അവളുടെ അടുത്തിരുന്ന് അവളെ താങ്ങി എണീച്ച് ചുമരിനോട് ചേർത്തിരുത്തി. അവളുടെ കവിളിൽ ഒന്ന് തട്ടി. "ഡോണ്ട് വെറി, ഞാനില്ലേ?" നന്ദ നോവിൽ ഒന്ന് ചിരിച്ചു. അവിടെ നിന്ന് എണീറ്റ് ദേവ് ഹർഷയെ നോക്കി. ഹർഷ കോപത്തോടെ തറയിൽ നിന്നും എണീറ്റ് മുന്നോട്ട് നോക്കിയതും നന്ദയുടെ അടുത്ത് അവനേക്കാൾ കോപത്തോടെ നിൽക്കുന്ന ദേവിനെ കണ്ടതും അവനൊന്ന് പതറി. എങ്കിലും ധൈര്യത്തോടെ നിന്നു. നീയോ? ഞാൻ നിന്നെ ഇവിടെ ഒട്ടും പ്രതീക്ഷിച്ചില്ല." ഹർഷ ദേവനെ നോക്കി പുച്ഛത്തോടെ പറഞ്ഞു. "പക്ഷേ ഞാൻ നിന്നെ ഇവിടെ പ്രതീക്ഷിച്ചിട്ട് തന്നെയാണ് വന്നത്." ദേവ് ഗൗരവത്തിൽ പറഞ്ഞു. "അല്ലെങ്കിലും പണ്ടേ നീ ഇങ്ങനെ ഉള്ളിടത്തൊക്കെ അപ്രത്യക്ഷപ്പെടുന്നവനല്ലേ. പക്ഷേ ഇവളെ ഞാൻ വല്ലാതെ കൊതിച്ചു. നീ ഒരു കോംപ്രമൈസ് തയ്യാറാക്കി നോക്ക്. ഇവളെ ഇവിടെ വിട്ടേര്. ഇവളേക്കാൾ നല്ലത് നിനക്ക് ഞാൻ വേറെ ഏർപ്പാടാക്കി തരാം." ഹർഷയുടെ ഉളുപ്പില്ലാത്ത വാക്കുകൾ ദേവിൻ്റെ കോപത്തെ ഇരട്ടിപ്പിച്ചു. ഇനിയും അവൻ്റെ വാക്കുകൾ കേട്ടു നിൽക്കാൻ ക്ഷമയുണ്ടായിരുന്നില്ല ദേവിന്. തീപ്പൊരി പോലെ പാഞ്ഞ് അവൻ്റെ മൂക്കിനിട്ട് നല്ലൊരു പ്രഹാരം കൊടുത്തു. രക്തം മൂക്കിൽ നിന്നും ഒഴുകി. ഹർഷ മൂക്കിൽ വിരൽ വെച്ച് കൈകളിൽ നോക്കി. രക്തം. അവൻ തല ഉയർത്തി ദേവനെ അടിക്കാൻ നിന്നപ്പോഴേക്കും ദേവ് ആ കൈകൾ പിടിച്ച് കൈ അവൻ്റെ പുറകിലേക്ക് തിരിച്ചു പിടിച്ചു. വേദന കൊണ്ട് ഹർഷ അലറി. ദേവ് അവൻ്റെ പുറത്തേക്ക് പലവട്ടം ഇടിച്ചു. ഹർഷ ദേവൻ്റെ കാലിൽ ചവിട്ടി അവനെ വീഴ്ത്തി. ദേവ് നിലത്തേക്ക് വീണതും ഹർഷ അവിടെ ഉണ്ടായിരുന്ന വലിയ ഫ്ലവർ വേസ് ദേവിനെ നേരെ എറിഞ്ഞതും നന്ദ ഇടയിൽ കയറി അത് തടഞ്ഞു. അവളുടെ കയ്യിൽ കുത്തിക്കേറി. "ആ നന്ദ!" കയ്യിൽ വേദനയും പെട്ടെന്ന് ഓടി വന്നതും കൊണ്ട് കാലിലെ വേദനയും കൂടി. അവൾ കരഞ്ഞു. ദേവ് അവളെ പിടിച്ചു മാറ്റി. കയ്യിൽ നിന്നും രക്തം പൊടിയുന്നുണ്ട്. "എന്താ നന്ദ ഈ ചെയ്തത്?" ദേവ് അവളുടെ മുറിയിൽ നോക്കി ആകുലതയോടെ ചോദിച്ചു. നന്ദ കരച്ചിലോടെ അവനെ ചുറ്റിപ്പിടിച്ചു. "പോവാം നമുക്ക്. എനിക്ക് പേടിയാ." അവളിൽ നിന്ന് നേർത്ത തേങ്ങൽ ഉയർന്നു. ദേവ് അവളെ നെഞ്ചോട് ചേർത്തു. ഹർഷ അത് കണ്ടതും ചുറ്റും കോപത്തോടെ എന്തെങ്കിലും അടിക്കാൻ കിട്ടുമോ എന്ന് നോക്കി. ടേബിളിൽ ഫുഡ്സിൽ കുത്തിവെച്ച കത്തി കണ്ടതും അതെടുത്ത് ദേവ് അടുത്തേക്ക് ചെന്നു ആഞ്ഞു വീശി. ഹാളിൽ കണ്ണാടിയിലൂടെ ഹർഷ വരുന്നത് കണ്ടതും ദേവ് അവനെ അടുത്തെത്തിയതും തിരിഞ്ഞു നിന്ന് കത്തിയിൽ പിടുത്തം വിട്ടു. മൂർച്ചമേറിയ ഭാഗത്ത് പിടിച്ചതിനാൽ വിരലുകൾ മുറിഞ്ഞ് ചോര വന്നു. ഹർഷ അവനെ നോക്കിയതും ദേവ് കത്തി വലിച്ച് അവൻ്റെ കയ്യിൽ നിന്നും മേടിച്ച് അവനെ നാവിക്കിട്ട് ചവിട്ടി. കുനിഞ്ഞു നിന്ന് അവനെ പുറത്തടിച്ച് മൂക്കിനിട്ട് വീണ്ടും ഇടിച്ചു. ദേവിൻ്റെ പ്രഹാരങ്ങൾ എല്ലാം കഴിഞ്ഞപ്പോഴേക്കും ഹർഷ തളർന്ന് നിലത്തേക്ക് ഊർന്നു വീണു. വായിൽ നിന്നും രക്തം ചുമച്ച് തറയിലേക്ക് വീണു. ദേവ് അവൻ്റെ അടുത്ത് മുട്ടുകുത്തിയിരുന്നു. "വെറും ടൈം പാസിനല്ല ഞാൻ ഇവളെ ലവ് ചെയ്യുന്നത്. ഈ ജന്മം മുഴുവനും എൻ്റേത് മാത്രമാക്കാനാണ്. നിന്നെപ്പോലെയുള്ള നാറികൾക്ക് അങ്ങനെ വിട്ടുതരാൻ പറ്റില്ല എനിക്കിവളെ." കോപത്തോടെ, അതിലേറെ നന്ദയോടുള്ള പ്രണയത്തിൻ്റെ ചൂടോട് ദേവ് പറഞ്ഞു. "നന്ദ!" വാതിൽ തുറന്നു വന്ന സ്വാതിയും കാണുന്നത് തളർന്നിരിക്കുന്ന നന്ദയെയാണ്. അവൾ നന്ദയ്ക്കടുത്തേക്ക് ഓടി വന്ന് അവളെ ചേർത്ത് പിടിച്ചു. പുറകിൽ ലാതിയും ഉണ്ടായിരുന്നു. വേദന കടിച്ചമർത്തി ദേവ് ഹർഷനോട് പറയുന്നത് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു നന്ദ. മുഴുവൻ മനസ്സിലായില്ലെങ്കിലും അവൻ്റെ പ്രണയത്തിൻ്റെ ആഴം അവൾക്ക് അതിൽ നിന്നും മനസ്സിലായിരുന്നു. നന്ദ സ്വാതിയോട് ചേർന്നിരുന്ന് കരഞ്ഞു. സ്വാതിയിലും അത് പടർന്നു. എങ്കിലും നന്ദയെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. ദേവ് ആദി ദേവിൻ്റെ അടുത്തേക്ക് ചെന്ന് വിളിച്ചു. "ഇനി നിന്റെ നിഴൽ ഇവളുടെ എന്നല്ല ആരുടെ മേലിലും പതിയരുത്. ഇനി ക്ഷമിക്കാൻ എനിക്ക് കഴിഞ്ഞെന്ന് വരില്ല. ചെറിയച്ഛനെ ഓർത്തു മാത്രമേ ഞാൻ ഇപ്പോൾ നിന്നെ വിടുന്നത്. കേട്ടോടാ?" ദേവ് ഈർഷ്യത്തോടെ പറഞ്ഞ് എണീറ്റ് ആദിയെ ഒന്ന് നോക്കി നന്ദക്കടുത്തേക്ക് ചെന്നു. തളർന്നു കിടക്കുന്നവളെ കണ്ടതും ദേവിന് സങ്കടം തോന്നി. അവിടെയും ഇവിടെയും മുറികളുണ്ട്.
ഡ്രസ്സു കീറിയിട്ടുണ്ട്. ദേവ് അവൾക്കടുത്തിരുന്ന് കവിളിൽ കൈ ചേർത്ത്. നന്ദ എങ്ങനെയൊക്കെയോ അവനെ നോക്കി. ദേവ് അവളെ കൈകളിൽ വാരിയെടുത്തു. ഏട്ടാ, ഒരു മിനിറ്റ്. സ്വാതി കണ്ണു തുടച്ച് ദേവിനോട് പറഞ്ഞു. ഹർഷയ്ക്ക് അടുത്തേക്ക് പോയി എണീക്കാൻ പ്രയാസപ്പെടുന്ന അവനെ നോക്കി പുച്ഛിച്ച് മുഖം മടക്കി ഒന്ന് കൊടുത്തു. എൻ്റെ ഏട്ടൻ്റെ സ്ഥാനത്ത് ഞാൻ തന്നെ കണ്ടിരുന്നത്. അതിന് എനിക്ക് എന്നോട് തന്നെ ദേഷ്യം തോന്നുന്നു. തന്നെ കാണുമ്പോൾ പുച്ഛവും അറപ്പും തോന്നുന്നു. മൃഗത്തിനു പോലും തന്നേക്കാൾ ഉളുപ്പുണ്ടാകും. അത്രയും പറഞ്ഞ് സ്വാതി ദേവിൻ്റെ അടുത്തേക്ക് ചെന്നു. ദേവ് അവൾക്കൊന്ന് നിറഞ്ഞു ചിരിച്ചു കൊടുത്തു. സ്വാതി കണ്ണിറുക്കി. ആദി, വണ്ടിയെടുക്ക്, ഹോസ്പിറ്റലിൽ പോകാം. ദേവിൻ്റെ കാർ സിറ്റി ഹോസ്പിറ്റലിൽ വന്ന് നിന്നു. സെക്ചറിൽ കിടത്തി കൊണ്ടുപോയി. മഹേശ്വർ അതേ ഹോസ്പിറ്റലിലായതിനാൽ അയാളെ വിളിച്ച് കാര്യം പറഞ്ഞു. നന്ദയെ കൊണ്ടുപോയതും ആദിയും സ്വാതിയും നിർബന്ധിച്ച് അവൻ്റെ മുറി ഡ്രസ് ചെയ്യിപ്പിച്ചു. കുറച്ചു നേരത്തിന് ശേഷം ഡോക്ടർ നന്ദയെ നോക്കി റൂമിന് പുറത്തേക്ക് വന്നതും ദേവ് ടെൻഷനോടെ ഡോക്ടറുടെ അടുത്തേക്ക് വന്നു. ഡോക്ടർ, നന്ദ സി ഈസ് ഓൾ റൈറ്റ്. നല്ല ക്ഷീണമുണ്ട്, അതുകൊണ്ട് മയക്കത്തിലാണ്. കാലിൽ ചെറിയൊരു ചതവുണ്ട്, കയ്യിലും. അതൊക്കെ ശരിയായിക്കോളും. ഇന്ന് ഒരു ദിവസം ഇവിടെ കിടക്കട്ടെ. മഹേശ്വർ സാറിൻ്റെ മകനായത് കൊണ്ടാണ് പോലീസ് കേസ് ആക്കാത്തത്. താങ്ക്സ് ഡോക്ടർ. ഏയ്, ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. ഡോക്ടർ തോളിൽ തട്ടിപ്പോയി. ദേവ് റൂമിലേക്കും കയറി നോക്കി. ക്ഷീണം കൊണ്ട് ഉറങ്ങിക്കിടക്കുന്നവളെ നോക്കി അവൾക്കടുത്തേക്ക് ചെന്നു. പുറകെ സ്വാതിയും ആദിയും ഉണ്ടായിരുന്നു. സ്വാതി ദേവിന് മുന്നിൽ ചെന്ന് അവളുടെ തലയിൽ തലോടി. കരച്ചിലോടെ ഏട്ടനെ ഒട്ടി. ദേവ് അവളെ ചേർത്ത് പിടിച്ചു സമാധാനിപ്പിച്ചു. ദേവ് അകത്തേക്ക് കയറി വന്നുകൊണ്ട് മഹേശ്വർ വിളിച്ചു. എന്താടാ മോൾക്ക് പറ്റിയേ? ഞാൻ പറയാ അച്ഛാ. പറയാൻ പറ്റാത്ത സാഹചര്യം ആണെന്ന് മനസ്സിലായതും അയാൾ കൂടുതലൊന്നും ചോദിച്ചില്ല. മഹേശ്വർ നന്ദക്കടുത്തേക്ക് ചെന്ന് അവളുടെ തലയിൽ തലോടി. അച്ഛൻ ഡ്യൂട്ടി കഴിഞ്ഞില്ലേ? ആ. എന്നാ അച്ഛൻ പൊയ്ക്കോളൂ. അപ്പോൾ മോളോ? ഞാൻ നിന്നോളാം അച്ഛാ. അച്ഛൻ ചെല്ല്. സ്വാതി, നീ പൊയ്ക്കോ. ഏട്ടൻ ഒറ്റക്കോ? അതൊന്നും കുഴപ്പമില്ല. അമ്മ ടെൻഷനാകും. ഇപ്പോൾ തന്നെ കുറേ നേരമായി വിളിക്കാൻ തുടങ്ങിയിട്ട്. ആനന്ദിനോട് പറഞ്ഞ് എങ്ങനെയൊക്കെയോ നിർത്തിയിരിക്കുകയാണ് അവിടെ. എന്നാ ശരി മോനെ, എന്താ ആവശ്യമുണ്ടെങ്കിലും വിളിക്കണം. സ്വാതി മോളെ വാ. മഹേശ്വർ സ്വാതിയെ വിളിച്ച് പുറത്തേക്ക് പോയി. സ്വാതിക്ക് പോകാൻ താല്പര്യമില്ലെങ്കിലും അവളെ നിർബന്ധിച്ച് കൊണ്ടുപോയി. അവർ പോയതും ദേവ് നന്ദക്കടുത്ത് ചെന്നിരുന്നു. അവളുടെ നെറുകയിൽ ചുണ്ടുകൾ ചേർത്തു. ആദി, നീയും പൊയ്ക്കോ, വീട്ടിൽ അന്വേഷിക്കും. ദേവ്, നീ ഇങ്ങനെ ആടെ ഒറ്റക്കോ? ഏയ്, അതൊന്നും കുഴപ്പമില്ല, നീ ചെല്ല്. ദേവ് നിർബന്ധിച്ച് അവനെയും പറഞ്ഞയച്ചു. എല്ലാവരും പോയതും ദേവ് ഒരു കോൾ വന്ന് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി നന്ദയുടെ അടുത്ത് നിന്ന് എണീറ്റതും ദേവിൻ്റെ കൈകളിൽ നന്ദ പിടിച്ചു നിർത്തി. ദേവി തിരിഞ്ഞു നോക്കിയതും ഉറക്കമുണർന്ന് കിടക്കുന്ന നന്ദയെ കണ്ട് ചിരിച്ചു. പ്ലീസ്, എവിടേക്കും പോകല്ലേ, എനിക്ക് പേടിയാ. കണ്ണടച്ചാൽ അതാണ് ഓർമ്മ വരുന്നത്. നന്ദ അവനെ നോക്കി ദയനീയമായി പറഞ്ഞു. ദേവിന് അത് സങ്കടമായി. അവൻ ഫോൺ കട്ട് ചെയ്ത് അവൾക്കടുത്ത് ചെന്നിരുന്നു. ഏയ്, എന്തിനാ പേടിക്കുന്നത്? ഞാനില്ലേ, ഉറങ്ങിക്കോ. ദേവ് അവിടെ ഒരു സ്റ്റൂളിൽ ഇരുന്ന് അവളുടെ കൈ ചേർത്ത് പിടിച്ചു. നന്ദ ചിരിച്ച് കണ്ണുകൾ അടച്ചു. ദേവും അവളെ നോക്കി പതുക്കെ കണ്ണുകൾ അടച്ചു.